ഇറാനെതിരായ യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും. 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. യുദ്ധം 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യ വലിയൊരു യുദ്ധമുനമ്പായി മാറിയിരിക്കുകയാണ്. എന്നാൽ യുദ്ധം ദീർഘകാലം നീണ്ടുപോയാൽ അമേരിക്കയുടെ ആയുധ ശേഖരം വലിയ പ്രതിസന്ധിയിലാകുമെന്ന് പെന്റഗണിൽ നിന്ന് ചോർന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം. ഇറാനെതിരെയുള്ള ആക്രമണം 10 ദിവസം കൂടി ഇതേ രീതിയിൽ തുടർന്നാൽ നിർണായകമായ മിസൈലുകളുടെ ശേഖരം തീർന്നുപോകാൻ സാധ്യതയുണ്ടെന്നതാണ് സൂചന. പ്രത്യേകിച്ച് മിസൈലുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന താഡ്, SM-3 തുടങ്ങിയ പ്രതിരോധ മിസൈലുകളുടെ ലഭ്യതയിൽ വലിയ രീതിയിൽ കുറവുകൾ വന്നേക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആയുധ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇറാൻ കൈവരിച്ചിരിക്കുന്ന വേഗത അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ പ്രതിമാസം 100-ലധികം മിസൈലുകൾ നിർമ്മിക്കുമ്പോൾ അമേരിക്ക പ്രതിമാസം 6-7 പ്രതിരോധ മിസൈലുകൾ മാത്രമാണ് നിർമ്മിക്കുന്നതെന്നും അതിനാണ് അമേരിക്കയ്ക്ക് സാധിക്കുന്നുള്ളൂ എന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളിൽ നിന്നുള്ള ഹ്രസ്വകാല ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത അമേരിക്കൻ മിസൈൽ കവചങ്ങൾക്ക് ഇറാന്റെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളെ നേരിടാൻ പ്രയാസകരമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് ആയുധശേഖരം കുറവാണെന്ന പെന്റഗണിന്റെയും സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്നിന്റെയും മുന്നറിയിപ്പുകളെ തള്ളിക്കളയുന്ന നിലപാടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് സൈനിക മേധാവികളടക്കം പരാതി പറയുന്നത്. അതിനിടയിൽ അമേരിക്കയുടെ പക്കൽ വലിയ ആയുധശേഖരമുണ്ടെന്നും ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് എത്രകാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാമെന്നുമുള്ള വീരവാദങ്ങളാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധം കനത്താൽ വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കും ആയുധക്ഷാമത്തിനും കാരണമാകുമെന്ന ആശങ്കയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിരോധ വക്താക്കൾ. അതിനിടയിൽ യുദ്ധത്തിന്റെ ഭീമമായ സാമ്പത്തിക ബാധ്യതയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ മാത്രം അമേരിക്ക ഏകദേശം $779 മില്യൺ, അതായത് ഏകദേശം 7173 കോടി രൂപ ചിലവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധത്തിൽ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതവും നേരിടുന്നുവെന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ട്രംപിന്റെ മുന്നോട്ടു പോക്കെന്നതാണ് പ്രതിരോധ വക്താക്കളിൽ നിന്നും പുറത്തുവരുന്ന വിവരം. ഏകദേശം 1 മാസമെങ്കിലും യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം ട്രംപ് സൂചിപ്പിക്കുന്നത് പോലെ നീണ്ടുപോയാൽ മൊത്തം ചെലവ് $210 ബില്യൺ, അതായത് ഏകദേശം 18.87 ലക്ഷം കോടി രൂപ വരെ എത്തിയേക്കുമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ പോലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും അത് വളരെ വൈകിപ്പോയി എന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമാണിതെന്നും ആക്രമണം അവസാനിക്കുന്നതുവരെ രാജ്യം ശക്തമായ പ്രതിരോധം തുടരുമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി അലി ബഹ്റൈനി പ്രതികരിക്കുകയുണ്ടായി. ഇതിനിടയിൽ ഉയരുന്ന വേറൊരു കാര്യം ഇതാണ്: ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നത്. സമാധാന ചർച്ചകളിലൂടെ ഇരുകൂട്ടരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ലേ ഉചിതമെന്ന് ചോദിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. കാരണം യുദ്ധങ്ങളുടെ അവസാനം ഒരു കൂട്ടർക്ക് വിജയമുണ്ടാകുമെങ്കിലും നാശനഷ്ടങ്ങൾ ഇരുകൂട്ടർക്കും സംഭവിക്കും. മാത്രമല്ല, അതിൽ ബലിയാടാകേണ്ടി വരുന്നത് ഒന്നും അറിയാത്ത സാധാരണക്കാർ കൂടിയാണ്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇസ്രയേലും അതിനുള്ള മനസ്സ് കാണിച്ചാൽ ഇനിയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുമെന്ന വിലയിരുത്തലിലാണ് ലോകരാജ്യങ്ങളിൽ ചിലരെങ്കിലും. എന്തായാലും അന്തിമ തീരുമാനം യുദ്ധം ആരംഭിച്ചവർ തന്നെയാണ് കൈക്കൊള്ളേണ്ടത്.